സഹോദരങ്ങളെ, അങ്ങനെ ശൈത്താന് സ്പർശിക്കാൻ കഴിയാത്ത, സ്വാധീനിക്കാൻ കഴിയാത്ത എത്ര മഹാന്മാരുണ്ട് ഈ ഉമ്മത്തില്. അത് ആലോചിച്ചുകൊണ്ടാണ് ഇബ്ലീസുൽ ലഈനെന്ന് പൊട്ടിക്കരഞ്ഞത്. എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ കുറവായി പോകുന്നുണ്ടല്ലോ, എനിക്ക് പിടുത്തം കിട്ടാത്ത ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഈ ഉമ്മത്തിൽ ജനിക്കാനുണ്ടല്ലോ. എങ്ങനെ സ്വാധീനിച്ചാലും അവന്റെ വലയത്തിൽ പെടാതിരിക്കുന്നതിന് അള്ളാഹു നമുക്ക് നൽകിയ കാവലാണ് ദിക്റ്. ആ ദിക്റ് ചൊല്ലുന്നത്, പതിവാക്കുന്നത് നിർത്തരുത്. ചൊല്ലേണ്ട സമയങ്ങളിലൊക്കെ ദിക്റ് ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, ദിക്റിന്റെ കാവൽ ചെറുതല്ല. നമ്മളെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കണം. ദിക്റിന് എണ്ണം കണക്ക് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ സഹോദരങ്ങളെ. ധാരാളം ദിക്റ് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ ബഹുമാനമല്ലേ അള്ളാഹു പറഞ്ഞത്. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. ഒരുപാട് ദിക്റ് ചൊല്ലുന്ന ഉമ്മമാര്, രണ്ടു കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദിക്റ് ചൊല്ലുന്ന ആണുങ്ങള്, രണ്ടു കൂട്ടർക്കും അല്ലാഹു തആല സജ്ജമാക്കിയിട്ടുണ്ട് മഗ്ഫിറതൻ, പാപമോചനവും, വഅജ്റൻ അദീമാ, നിർവചിക്കാൻ കഴിയാത്ത, നിർണയിക്കാൻ കഴിയാത്ത വലിയ കൂലിയും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ദിക്റ് എന്ന് പറയുമ്പോ എത്രയാണ് ഉദാഹരണം എന്നറിയുമോ? സ്വഹാബിമാർ എത്ര ദിക്റ് ചൊല്ലി, ഒരുപാട് ദിക്റ് ചൊല്ലിയവരാണ്. നമുക്ക് മടിയുണ്ടാകരുത്.